സമ്മതിക്കത്തില്ല. ഈ പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചുറ്റുപാട് നോക്കുമ്പോൾ കാലടികൾ വഴുകുന്ന പലരെയും കാണുന്നുണ്ട്. ചുറ്റുപാട് നോക്കുമ്പോൾ ഇന്ന് കണ്ടവർ നാളെ കാണുന്നില്ല. ചുറ്റുപാടുകൾ നോക്കുമ്പോൾ പലരും വേദനാജനകമായ അനുഭവത്തിന്റെ കഥകൾ പറയുമ്പോൾ, ചുറ്റുപാട് നോക്കുമ്പോൾ നിലവിളിയുടെ ശബ്ദം കേൾക്കുമ്പോൾ, അവൻ ഇസ്രായേൽ കൂടാരത്തിൽ നിലവിളിയുടെ ശബ്ദമല്ല, മറിച്ച് സംരക്ഷിക്കുന്ന ലേവ്യനായ യേശുവിനെ കുറിച്ചുള്ള സന്തോഷമാണെങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പലരും വീണു പോയപ്പോൾ, പലരും തകർന്നു പോയപ്പോൾ, പലരും ലോകം വിട്ട് മാറിയപ്പോൾ, നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ കുടുംബത്തെയും സഹോദരങ്ങളെയും ഒക്കെ പരിപാലിച്ച ദൈവത്തിന്റെ ബലത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു. ശക്തന്മാരായ പിന്തുടരെ കൊള്ളവന്നിടുമെന്ന് പറഞ്ഞ് പിന്തുടർന്നു വന്ന മിസ്രൈമ്യ സൈന്യം യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട ഹല്ലേലൂയ ഇവരെ തിരികെ കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി വന്ന മിസ്രൈമ്യ സൈന്യത്തിന് നടുവിൽ ഗർഭിണികളുണ്ട്, പ്രായമായവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ആടുകളുണ്ട്, മാടുകളുണ്ട്. ഇവയൊക്കെ ഇറങ്ങി തിരിച്ച് പിഹാഹിരത്തിൽ പാളയമിറങ്ങിയിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ കടന്നു വരുന്ന മിസ്രൈമ്യ സൈന്യം പിടിച്ചു കൊണ്ടുപോകുമെന്ന് ഉറപ്പാക്കി ഈ ജനവും നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തന്നെ വഴി തുറന്ന് ചെങ്കടലിലൂടെ ചെങ്കൽപ്പാത ഒരുക്കി നടുവിലൂടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത ഇസ്രായേൽ എന്ന ദൈവത്തിന്റെ ജനം അക്കരെ എത്തിയെങ്കിലും യുദ്ധസന്നദ്ധരായി കൂട്ടിട്ടവരെ, കോട്ടിട്ടവരെ, പടയുടെ അവൻ കുതിരയുടെ മേലിരുന്നവര്, രഥചക്രങ്ങളുടെ മകളിലിരുന്നവരൊക്കെ അവൻ ചെങ്കടലിൽ പൊങ്ങിയെങ്കിൽ എന്നെയും നിങ്ങളെയും കഴിവുള്ളവന്റെയും യോഗ്യതയുള്ളവന്റെയും ആരോഗ്യക്ഷമതയുള്ളവന്റെയും ഒക്കെ നടുവിൽ അവൻ പലരും വീണപ്പോൾ ഒരു യോഗ്യതയില്ലാത്ത, ഒരു കഴിവില്ലാത്ത, ആരോഗ്യക്ഷമതയില്ലാത്ത എന്നെയും നിങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. ഞാൻ അവനെ കാണുന്നു എന്ന് പറയുന്നവരാണ് യഥാർത്ഥ ക്രിസ്തു ഭക്തനെങ്കിൽ ദൈവത്തിന്റെ അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, കർത്തൃസേവനത്തിൽ ബദ്ധനായിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ യാതൊന്നിനാലും കുലുങ്ങാത്തവരാകണം. Praise the Lord. ക്രിസ്തീയ ജീവിതത്തിന് വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ക്രിസ്തുവിന്റെ മഹത്വം അനുഭവിക്കാനിടയാകും. ക്രിസ്തീയ ജീവിതം വില കൊടുക്കാതെ പ്രാപിക്കാൻ പറ്റുന്നതല്ല. ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ലെന്ന് കരുതി നിരാശപ്പെടണ്ട. നിന്നെ വിളിച്ചവർ ഉണ്മയുള്ളവർ. ജീവിതത്തിൽ അടിക്കടി കഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, സഹിച്ചു നിൽക്കുക, നിനക്കൊരു പ്രതിഫലമുണ്ട്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ അപ്പോസ്തലൻ വിളിച്ചു പറയുക, നിന്നെ കുലുക്കുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ വേദനിപ്പിക്കുന്ന നിരവധി വിഷയങ്ങൾ നിന്റെ ഈ ലോക ജീവിതത്തിൽ മുൻപിൽ കടന്നു വരുമ്പോൾ നീ വിശ്വാസത്തിന്റെ വാക്കുകൾ ഉരുവിട്ട് അവനുള്ള വിശ്വാസത്തെ റിലീസ് ചെയ്യുന്നവരാകട്ടെ. ഒന്നിനും കുലുങ്ങരുത്. അടുത്തത് ഏക മനസ്സോടെ ഇതെന്താ ഈ സാധനം? ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോർതരുന്നു. വിശ്വാസം നമുക്കില്ലേ? കണ്ടോ, വിശ്വാസമില്ലാത്തവർ എല്ലാവർക്കും വിശ്വാസം. ഇപ്പൊ വചനം പറഞ്ഞത് ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് സുവിശേഷം എന്ന് പഠിക്കണം. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റവനായി യേശുവാ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവ പൈതലേ, നീ യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവനാകണമെന്ന്. എന്നായി പാസ്റ്റർ പറയുന്നേ, യേശു ക്രിസ്തു വിശ്വാസം രക്ഷിക്കും
യേശുക്രിസ്തു വിശ്വാസത്തിൽ ഞങ്ങൾ ആരാധനയ്ക്ക് വരൂ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതിതാണ്, യേശുക്രിസ്തു നിന്റെ വിഷയത്തിന് മതിയായവനെന്ന്. നീ കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളിലും നിന്നെ അവരെ കൊണ്ട് റിലീസ് ചെയ്യണം. നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ തിരസ്കരണത്തിന്റെ നടുവിൽ, നിന്റെ അപമാനങ്ങളുടെ നടുവിൽ നീ വിളിച്ചു പറഞ്ഞ എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ കാണുന്നില്ല. പറയാൻ കഴിയുന്നുണ്ടോ? കംപ്ലൈന്റ് അല്ലേ പലപ്പോഴും നമ്മൾ പറയുന്നേ. നിന്റെ വിഷയത്തിന് നടുവിൽ നീ ആകുലപ്പെടുമ്പോൾ പറയുന്നത് കംപ്ലൈന്റ് അല്ലേ? അടിച്ചു തകർക്കപ്പെട്ടപ്പോഴും പുറം മുഴുവൻ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ച് മാംസകഷ്ണങ്ങൾ പറഞ്ഞു പോകുമ്പോഴും എന്നെയും നിങ്ങളെയും ഓർത്ത ഒരു യേശുവിനെ നിങ്ങളുടെ കൺമുമ്പിലുണ്ടോ? ഒരു തെറ്റും ചെയ്യാത്തവനായവൻ എന്നെ പ്രതി നിങ്ങളെ പ്രതി അപമാനമായ ക്രൂശേറ്റപ്പോൾ മുഖത്ത് കാർക്കിച്ച് തുപ്പിയപ്പോൾ ആ തുപ്പലിന്റെ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ നമ്മെ ഒന്ന് പരിശോധിച്ചാൽ നാം പിറുപിറുക്കുന്ന പല വിഷയങ്ങളും ക്രിസ്തു സംബന്ധമായിട്ടാണോ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളാണ്? യേശുവിനെ പ്രതി ജയിലിൽ കിടന്നവരാരും, യേശുവിനെ പ്രതി വീടുകിട്ടിയ ആരെങ്കിലും ഉണ്ടോ? യേശുവിനെ പ്രതി നിങ്ങളെ ആരും തല്ലിയിട്ടുണ്ടോ? യേശുവിനെ പ്രതി നിങ്ങൾക്ക് കരുതി വെച്ചതിന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് അതൊന്നും അല്ല നഷ്ടപ്പെട്ടത്. നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ ചിന്താഗതികൾ കൊണ്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട്, നമ്മുടെ ആഗ്രഹം കൊണ്ട് ഉറച്ചു നിർത്ത കെടുക്കാടും ആഗ്രഹങ്ങളെ നിവർത്തിയിരിക്കാൻ വാങ്ങിക്കൂട്ടിയ കടങ്ങളും നമ്മുടെ ജീവിതത്തിലെ താല്പര്യങ്ങൾക്കനുസരിച്ച് നാം ചിന്തിച്ചപ്പോൾ ഉണ്ടായ സാമ്പത്തിക ബാധ്യതകൾ നമുക്കിന്ന് ഭാരമായിട്ടുണ്ടോ? എന്നാൽ യേശുവിനെ പ്രതി കഷ്ടം അനുഭവിച്ച സഹോദരന്മാർ പറയുന്നു, അവസാനം പത്രോസിനെ കൊണ്ടുവന്ന് ക്രൂശിൽ ധരിക്കാൻ നിൽക്കുന്ന പത്രോസ് പറയുന്നു, എന്റെ അരുമനാഥന്റെ പാദം ചുംബിച്ച് മരിക്കത്തക്ക നിലവാരത്തിൽ എന്നെ തറകീഴായി ക്രൂശിക്കണം. നാം അനുഭവിക്കുന്ന കഷ്ടതകളും കണ്ണുനീരുമൊക്കെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നതല്ലേ? ഇതിനും കർത്താവ് തന്നില്ല എന്ന് പറഞ്ഞ് കർത്താവിനെ നാം ചോദ്യം ചെയ്യല്ലേ?
നിന്റെ ഉള്ളിൽ യേശു വളർന്നെങ്കിൽ മാത്രമേ നിനക്ക് പോരാടാൻ കഴിയൂ. നിന്റെ പ്രാർത്ഥന കൂട്ടായ്മകൾ യേശു വളരുന്നതായി മാറണം. യോഹന്നാൻ പറയുന്നു, ഞാനോ കുറയണം, നീയോ എന്ന് വളരണം. പലപ്പോഴും നമ്മുടെ പരാധീനതകളും ദൈവത്തോടുള്ള കംപ്ലൈന്റിന്റെ കാരണം എന്നറിയണ്ടേ? യേശു വളരാത്ത. യേശു ഒരുവനിൽ വളർന്നു. അവൻ പറഞ്ഞു, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ആപത്തിനോ വരുവാനുള്ളതിനോ യാതൊന്നും എന്നെ ക്രിസ്തുയേശുവിൽ അകറ്റാൻ പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവമേ, നമ്മുടെ ജീവിതത്തിൽ യേശുവാരാ? നമ്മുടെ ജീവിതത്തിൽ യേശുവാരാ? ആരാ യേശു നമ്മുടെ ജീവിതത്തിൽ? യേശുവുമായിട്ട് നമുക്കുള്ള ബന്ധം എന്തുവാ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃസേവനബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് ഒന്നിലും കുലുങ്ങാതെ, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങാതെ ഏക മനസ്സുള്ളവരായി സുവിശേഷത്തിന്റെ വിശ്വാസത്താൽ പോർപ്പൊരുതണം. അപ്പൊ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ പുതിരദേശത്ത് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, നിങ്ങളായിരിക്കുന്ന കമ്പനി നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ യേശുവിന്റെ സാക്ഷികളായി മാറാനാ, യേശുവിനെ ഉയർത്തുന്നവരായി മാറാനാ, യേശുവിനെ കുറിച്ച് പറയുന്നവരായി മാറാനാ. നമുക്ക് പലതിനെ കുറിച്ചും പറയാനുണ്ട്. ഞങ്ങളുടെ വീടിനെ കുറിച്ച് പറയാനുണ്ട്, എന്റെ മക്കളെ കുറിച്ച് പറയാനുണ്ട്, എന്റെ കാലിനെ കുറിച്ച് പറയാനുണ്ട്, എന്റെ ജോലിയെ കുറിച്ച് പറയാനുണ്ട്, ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാലും കൊറോണയെ കുറിച്ച് പറയാനുണ്ട്. പക്ഷേ നിന്നെ വെച്ച യേശുവിനെ കുറിച്ച് പറയാനുണ്ടോ? നിനക്ക് വേണ്ടി രക്തം ചിന്തി യേശുവിനെ കുറിച്ച് പറയാനുണ്ടോ? വേദന അനുഭവിക്കുന്നതിനെ കണ്ടുവര. എന്റെ യേശു സൗഖ്യമാക്കും, എന്റെ യേശു വിടുതലുള്ള നല്ലവനാണ്. എന്റെ പ്രിയരെ, യേശു സൗഖ്യമാക്കും, യേശു വിടുതലയക്കും, യേശു എല്ലാ പ്രശ്നങ്ങൾക്കും മതിയായവനാ. Come to my Jesus. ഞാനൊരു കാര്യം പറയാ, നമുക്ക് തന്ന അനുഗ്രഹമൊക്കെ ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന സൈൻ ബോർഡിന് കർത്താവ് കൊടുത്തിരുന്നെങ്കിൽ അതെന്നും കാണിച്ചാൽ ജീസസ് ലവ്സ് യു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് തന്ന പ്രൊട്ടക്ഷൻ, നമുക്ക് തന്ന ആഹാരം, നമുക്ക് തന്ന വസ്ത്രം, നമുക്ക് തന്ന പാർപ്പിടം, നമുക്ക് തന്ന സുഖസൗകര്യങ്ങളൊക്കെ നമ്മുടെ വഴി നിൽക്കുന്ന സൈൻ ബോർഡിന് കർത്താവ് കൊടുത്തിരുന്നെങ്കിൽ അതെന്നും അനങ്ങത്തില്ലെങ്കിലും പറഞ്ഞേ ജീസസ് ലവ്സ് യു. സാഹചര്യങ്ങൾക്കനുസരിച്ച്, ചിന്താഗതികൾക്കനുസരിച്ച്, മൂടുകൾക്കനുസരിച്ച് മാറി മാറി റബ്ബർ വന്ന പോലെ അടിച്ചിട്ട് താഴേക്ക് പൊങ്ങിപ്പോകുന്ന മാനസിക നിലവാരമുള്ള വിശ്വാസ സമൂഹമല്ലേ നമ്മൾ പലപ്പോഴും. കർത്താവ് പറയുന്നു, come back, come back, come back, come back, because I'm coming. ഇങ്ങനെ പോയാൽ പോകാൻ പറ്റുമോ? താങ്കളുടെ അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സുവിശേഷത്തിന്റെ വിശ്വാസം നിമിത്തം പോർപ്പൊരുന്നവരാകട്ടെ. പിശാച് തകർക്കാൻ നോക്കുമ്പോൾ, തകർക്കാൻ വരുന്ന അരപ്പാനും മുടിപ്പാനും പിശാച് വരുന്നുണ്ടെങ്കിൽ യേശു വരുന്നതാ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനാണെങ്കിൽ ഇന്ന് ഈ അനുഗ്രഹീതമായ വേളയിൽ കർത്താവ് വിളിച്ചു പറയുന്നു, സുവിശേഷത്തിന്റെ പോർപ്പൊരുതാൻ അവൻ ചിലരെ തിരയുകയാ. ആകുലതകളും ആശങ്കകളും അല്ലാതെ പറയുന്ന മീറ്റിംഗ് ഇല്ല. നമ്മൾ ദൈവസ്ഥലിൽ മുട്ടുമായി നമ്മൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ നമ്മുടെ വായിൽ വീഴുന്നതോ കർത്താവ്. ഈ ദിവസത്തിൽ പ്രാർത്ഥനയുടെ ശൈലി മാറട്ടെ. ദൈവത്തെ സ്തുതിക്കുന്നവരാകട്ടെ. കർത്താവേ, നീ രാജാതിരാജൻ, നീ കർത്താധികർത്തൻ, നീ മഹത്വത്തിന്റെ നാഥൻ, നീ ആത്മയും ഒമകയും, നീ ആദ്യനും അന്ത്യനുമാപ്പാ. നിന്നെ പോലെ ആരാധന ആരിന്റെ കർത്താവേ? നിന്നെ സ്നേഹിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ, നിന്നെ ഉയർത്താൻ എനിക്കൊരു ഹൃദയം തന്നെ കർത്താവേ. ഹല്ലേലൂയ. പറതി 10,000 പരമസുന്ദരൻ, നീ ശാലേമിന്റെ പുഷ്പമായവൻ, നിന്റെ അടുക്കലുള്ള നീ ഉപേക്ഷിക്കാത്തവൻ, നിന്നെ പോലെ ആരുമില്ലപ്പാ. രണ്ടുപേരപ്പോ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, അവൻ അതിക്രമം നിറഞ്ഞ ലോകത്തിൽ വിശ്വസ്തനായി ജീവിപ്പാൻ
എന്താണെന്ന് നമ്മൾ പ്രാപിച്ച നന്മ. പലരും കേട്ടിരിക്കുന്നത് ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് പേടിച്ചാണ്. ഒന്നുമല്ല. ഈ കുഞ്ഞിന്റെ അപ്പനെ വിളിക്കൊണ്ട് അവന് 15 വയസ്സ് 20 വയസ്സ് കഴിയുമ്പോൾ ഒരു ബൈക്ക് എടുത്ത് കൊടുക്കുന്നത് അവന്റെ അപ്പന്റെ ഹൃദയത്തിൽ ഇപ്പോഴേ ആഗ്രഹമുണ്ടാവും, എന്റെ മക്കൾ മറ്റുള്ളവർ പോകുന്ന പോലെ അടിച്ചു പൊളിച്ച് പോകണമെന്നൊക്കെ. അപ്പൊ ഇപ്പൊ ചോദിച്ചാൽ കൊടുക്കത്തില്ല. നമ്മൾ ഇപ്പോഴേ ചോദിച്ചോളൂ. ഇവന് 10 വയസ്സായി, 10-12 വയസ്സായി, ഇപ്പോഴേ എനിക്ക് ബൈക്ക് വേണം, കൊടുക്കുക മേടിച്ചു ഇല്ല. സമയമാകുമ്പോൾ അവൻ പഠിച്ച് പാസ്സാകുമ്പോൾ അവൻ പോലെ മറിയാതെ കൊടുക്കും. ഇതാ ഭർത്താവ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഏത് സമയത്ത് ആവശ്യമാണെന്ന് അവൻ നന്നായി അറിയുന്നുണ്ട്. അവൻ ആരെക്കാളും നന്നായി അറിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ഉഴച്ചകൾ അറിയുന്നവനാണ്. അവൻ നമ്മുടെ വേദന അറിയുന്നവനാണ്. അവൻ നമ്മുടെ കണ്ണുനീര് കാണുന്നവനാണ്. നാം എത്ര നേരം പോകുമെന്ന് അവന് കൃത്യമായി അറിയാവുന്നവനാണ്. ഈ അനുഗ്രഹീതമായ ദിവസത്തിൽ തുടർന്ന് അടുത്ത ഭാഗത്തെ തൊട്ടാൽ ഇന്ന് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വിരാമം കുറിക്കുകയാണ്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടും കേട്ടിട്ടും ഗ്രഹിച്ചിട്ടും നിങ്ങൾ ഏകാത്മാവിൽ നിന്ന് ഏതൊന്നിനാലും കുലുങ്ങാത്തവരും ഏക മനസ്സുള്ളവരും സുവിശേഷത്തിന്റെ വിശ്വാസ നിമിത്തം പോരുന്നവരുമായി കാണുവാൻ ഞാൻ നിങ്ങളെ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവസഭയെ, ഇന്ന് അവൻ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, സുവിശേഷത്തിന്റെ വിശ്വാസ നിമിത്തം നിങ്ങൾ പോരുന്നവരാകണം. അവന് നീ ആരാധന അവൻ വിഷയമില്ല. നീ പണക്കാരനാണോ, നീ സാധുവാണോ, നീ പണ്ഡിതനാണോ, നീ ബുദ്ധിയില്ലാത്തവനാണോ, നീ ക്ഷീണിതനാണോ, നീ ബലവാനാണോ, he don't care, but he cares the soul of you. നിന്റെ അകത്തുള്ള ആത്മാവിനെ അവൻ കരുതും. നിന്റെ അകത്തുള്ള ആത്മാവിനെ അവൻ ആഗ്രഹിക്കുന്നു. അതിനെ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി, ദൈവത്തിന്റെ പ്രകാരം പണിയപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിന്റെ നിറവും സന്തോഷവും പ്രാപിച്ച് യോഹന്നാൻ പറഞ്ഞതുപോലെ ഓരോ ദിനവും അവൻ കർത്താവേ ഞാനോ കുറയണം, നീയോ എന്ന് വളരണം. എന്റെ അകമയുള്ള മനുഷ്യൻ വളരുമ്പോൾ പാപത്തെ വിട്ടോടാൻ എന്നെ പ്രേരിപ്പിക്കും. അകമയുള്ള മനുഷ്യൻ വളരുമ്പോൾ പാപത്തോട് സഖ്യത ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിപ്പാൻ ഇടയാക്കുമെന്ന്. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം? എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടയട്ടെ. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനത്തിൽ അടയട്ടെ. എല്ലാ ആദരങ്ങളും തുറക്കട്ടെ. അപ്പാ, പലപ്പോഴും എതിരാളികൾ പോലെ വരുന്ന വിഷയങ്ങളുടെ നടുവിൽ ഞാൻ കുലുങ്ങിപ്പോയിട്ടുണ്ട്. പലപ്പോഴും നിന്റെ സ്നേഹത്തെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ നിന്നോട് പിറുപിറുത്തിട്ടുണ്ട്. പലപ്പോഴും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ഓടിയിട്ടുണ്ട്. പലപ്പോഴും എന്റെ ആഗ്രഹത്തിന് ഞാൻ വില കൊടുത്ത് നിന്റെ ആത്മാവിനെ ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. അവൻ സുവിശേഷത്തെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം പലപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ ദുഷ്കാലത്തിൽ ആത്മാവിനെറിവുള്ളവനായി, ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവനായി എന്നെ നീ കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ പലപ്പോഴും നിന്നെ വിട്ടോടിയിട്ടുണ്ട്. അവൻ എന്നാൽ തിരുവചനം പറയുന്നു, അങ്ങേ വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല, നിന്റെ മകനായി ജീവിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ രാത്രിയിൽ എത്ര പേർക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാൻ ആഗ്രഹമുണ്ട്? കർത്താവ് എന്നെ ഒന്ന് കഴുകണമേ. ഇന്ന് രാത്രി എന്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ കഴിഞ്ഞ നാളുകളിൽ, എന്റെ വാക്കില്, എന്റെ ചിന്തയില്, എന്റെ ഇടപാടുകളില്, എന്റെ കൊടുക്കൽ വാങ്ങലിലൊക്കെ അങ്ങോട്ട് പാപം ചെയ്യത്തക്ക നിലവാരത്തിൽ ഞാൻ ആയിട്ടുണ്ട് കർത്താവേ. ഞാൻ ആയിപ്പോയിട്ടുണ്ട് കർത്താവേ. എന്റെ ജഡത്തെ പലപ്പോഴും പാപത്തിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ കണ്ണുകൾ, കാതുകൾ, നാവുകളൊക്കെ പലപ്പോഴും പാപത്തിന്റെ ഏജന്റുമാരായി മാറിയിട്ടുണ്ട്. ഈ രാത്രിയിൽ എനിക്കൊരു മടങ്ങി വരവ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും കണ്ണു തുറക്കല്ലേ. ഹല്ലേലൂയ. പത്രോസ് മുങ്ങിത്താഴാൻ പോകുമ്പോ അവനെ കൈപിടിച്ചൊരു കർത്താവുണ്ട്. അവൻ എന്റെ കർത്താവിന്റെ ആഗ്രഹം പത്രോസ് കടലിൽ മുങ്ങിത്താഴുന്നതല്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ അവനോട് അടുത്ത് വരാം. അവനോട് പറയാപ്പാ, സ്വർഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. ഇന്ന് രാത്രിയിൽ എന്റെ ഉദ്ധാരണത്തിൽ നിന്നമാക്കി മാറ്റണം, എന്റെ വിടുതലിൽ നിന്നമാക്കി മാറ്റണം, എന്നെ രക്ഷിക്കുന്നതിനമാക്കി മാറ്റണം. ഇന്ന് രാത്രി എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ്. എന്നെ രക്ഷിക്കണമപ്പാ എന്ന പ്രാർത്ഥന
പ്രാർത്ഥിക്കുന്ന എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കരങ്ങൾ ഉയരട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും ഹൃദയവിചാരങ്ങളെ അറിയുന്നവന്റെ സന്നിധിയിലിരിക്കുന്നു. അവൻ കർത്തൃമേശയിൽ മാത്രമല്ല നമ്മെ കാണുന്ന ഒരു കർത്താവ്. നാം എവിടെ പോയാലും നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ അകൃത്യങ്ങളെ അവന്റെ മുമ്പിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എന്തു ചെയ്യാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിലെ വികാരങ്ങളെ ഓരോന്നും തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഹിസ്കിയാവ് ചെയ്തത് അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത്. അങ്ങനെ ഇന്ന് രാത്രി ഈ വൈകിവേളയിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്നെ ഒന്ന് കഴുകണേ. നിങ്ങളെ അറിയുന്നവർ കർത്താവേ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് കഴുകണമേ. ആ കഴുകുന്ന രക്തം കൊണ്ട് കഴുകണമേ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗം തന്നെ കർത്താവേ, അവിടുത്തെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഈ ജനത്തെ അവിടുന്ന് തൊട്ട് അവരെ സൗഖ്യമാക്കണേ കർത്താവേ. കർത്താവേ, അങ്ങയോട് തെറ്റുപറ്റിയിട്ടുള്ള വിഷയങ്ങൾ ദൈവസ്ഥലം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മുന്നേറുവാൻ സ്വർഗ്ഗത്തിൽ ദൈവത്തിന്റെ കൃപയവൻ പകരുന്നതിനായി സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. അവരുടെ എല്ലാ ബന്ധനങ്ങളും പോരുകളും പോരാട്ടമണ്ഡലങ്ങളും അവർക്ക് ആത്മീയമായി മുന്നേറാൻ കഴിയാതിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും തടസ്സവാദങ്ങളും യേശുവിൻ നാമത്തിൽ അവൻ പിതാവേ ഒന്ന് സൗഖ്യമാക്കി ശുദ്ധീകരിക്കുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഇങ്ങനെ ഒരു സാവകാശം എനിക്ക് ഒരുക്കി തന്ന ബഹുമാന്യകർത്തൃത്വത്തിന് ദൈവസഭയ്ക്ക് ഹൃദയമായി നന്ദി അറിയിക്കുന്നു. God bless you all. Thank you. എന്റെ ജീവിതത്തിൽ എന്റെ പ്രാർത്ഥന കർത്താവുന്ന ഒരു പാട്ടിന്റെ ചെറിയ ഈരടികൾ ഞാൻ ദിവസത്തിൽ പാടി അതിനുശേഷം നമുക്ക് തിരുവനന്തപുരത്തേക്ക് അടുത്തു വരാം. പുകഴുവാനൊന്നുമില്ലേ ധരണിയിൽ നീ ഒഴികെ, കർത്താവേ നീയാണ് എന്റെ പുകഴ്ചയപ്പ. പുകഴുവാനൊന്നുമില്ലേ ധരണിയിൽ നീ ഒഴികെ, കർത്താവേ നീയാണ് എന്റെ പുകഴ്ചയപ്പ. അമ്മാവൻ ഗർഭം മുതൽ ഇതുവരെ കരുതിയ കർത്താവിൻ സ്നേഹത്തെ ഞാൻ പാടി സ്തുതിക്കും. അമ്മാവൻ ഗർഭം മുതൽ ഇതുവരെ കരുതിയ കർത്താവിൻ സ്നേഹത്തെ ഞാൻ പാടി സ്തുതിക്കും. അനുദിനം കരം പിടിച്ചെന്നെ നടത്തിയിരുന്ന കർത്താവിന്റെ ദയയെ ഞാൻ പാടി സ്തുതിക്കും. അനുദിനം കരം പിടിച്ചെന്നെ നടത്തിയിരുന്ന കർത്താവിന്റെ ദയയെ ഞാൻ പാടി സ്തുതിക്കും. ആമേൻ. പുകഴുവാനൊന്നുമില്ലേ ധരണിയിൽ നീ ഒഴികെ, കർത്താവേ നീയാണ് എന്റെ പുകഴ്ചയപ്പ. ഭാഷാകൂറ്റന്മാരെന്നെ തകർക്കുവാൻ വന്ന നേരം ഞൊടിയിടയിൽ ജയം തന്ന കരുതലോർത്താ. ഭാഷാകൂറ്റന്മാരെന്നെ തകർക്കുവാൻ വന്ന നേരം ഞൊടിയിടയിൽ ജയം തന്ന കരുതലോർത്താ. ശത്രുവിൻ തല തകർത്ത് മാത്രയിൽ ജയം തന്ന ദൈവത്തിൻ കരുതലിൽ പാടി സ്തുതിക്കും. ആമേൻ. ശത്രുവിൻ തല തകർത്ത് മാത്രയിൽ ജയം തന്ന കർത്താവിൻ കരുതലിൽ പാടി സ്തുതിക്കും. ഓ പുകഴുവാനൊന്നുമില്ലേ ധരണിയിൽ നീ ഒഴികെ, കർത്താവേ നീയാണ് എന്റെ പുകഴ്ചയപ്പ. പുകഴുവാനൊന്നുമില്ലേ ധരണിയിൽ നീ ഒഴികെ, കർത്താവേ നീയാണ് എന്റെ പുകഴ്ചയപ്പ. രോഗക്കിടക്കയിൽ വന്നെനിക്കുവൻ സൗഖ്യം തന്ന കർത്താവിൻ കാരുണ്യത്തെ പാടി സ്തുതിക്കും. രോഗക്കിടക്കയിൽ വന്നെനിക്കുവൻ
അതരകളെ തുറക്കാം, എന്റെ ഭാഷയിൽ ദൈവത്തെ ആരാധിക്കാം. ഇന്ന് പകരം ഈ വൈകിയ വേളയിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തി, എല്ലാ നാമത്തിനും നേരായ നാമം, എല്ലാ നാമം പാടി പുലർത്തുന്ന യേശുവിന്റെ നാമം, എല്ലാ അന്ധകാര വ്യാപാരികളും തകരുന്ന യേശുവിന്റെ നാമം, നിന്റെ നന്മയ്ക്കെതിരെ അനുഗ്രഹങ്ങൾക്കെതിരെ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ ബന്ധന ശക്തികളും, എല്ലാ അധികാര മണ്ഡലങ്ങളും, ആരോഗ്യത്തിനെതിരെ, ആയുസ്സിനെതിരെ, നന്മയ്ക്കെതിരെ, തലമുറയ്ക്കെതിരെ, അവൻ തലമുറകളെ അവൻ ഉയർച്ചയ്ക്കെതിരെ വാദിച്ചു നിന്ന് അവൻ വർഷം പറയുന്ന എല്ലാ ഇരുളിന്റെ വാദങ്ങളെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ റൂഢവർഷം നികർക്കരാകുക. യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാഴ്ചകളെ അധികാരികളെ ക്രൂശികളെ ആയുധവർഗങ്ങൾക്ക് ചതിന് ജയമാതാവിയ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഇരുളിന്റെ ആധിപത്യങ്ങളെ ദർശനത്തിലൂടെ വ്യാപാര ശക്തികളെ നന്മകൾക്കെതിരെ അധികാരങ്ങൾക്കെതിരെ പോരടിച്ചു നിൽക്കുന്ന പോരാട്ടങ്ങളെ എല്ലാ ശത്രുവിന്റെ വാദങ്ങളെ ഞങ്ങൾ യേശുവിന്റെ
ആത്മീയ വേളയിൽ ആ ബോക്സിന്റെ കീഴിലിരിക്കുന്ന സഹോദരന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഇടപെടൽക്കാൻ കരയാൻ ഒരു ദൈവിക കൃപ തന്നെ മേൽ പകരാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇടപെടൽക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിന്റെ അവന്റെ ആത്മാവിന്റെ ശക്തിയെ പകരും. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വിഷയങ്ങൾ പരസ്യമായി വിടുതലിന്റെ സാക്ഷി കേൾക്കുവാൻ ദൈവത്തിന്റെ നാവിൽ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ കരയാൻ ഒരു ശക്തി ലഭിക്കുമ്പോൾ ഈ രാത്രി പരിശുദ്ധമായി ഏറ്റെടുക്കുക. In the name of Jesus. പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആ ലാസ്റ്റിലിരിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിരിക്കുന്ന സഹോദരനോട് പലവട്ടം ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് പ്രാർത്ഥിച്ചു കയറുമ്പോഴും മുന്നോട്ട് കയറി കഴിയുമ്പോൾ പുറകോട്ട് വലിക്കുന്ന വ്യാപാരം. പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. കയ്യുന്നകത്തേക്ക് ആ സഹോദരൻ തന്നെ പ്രാർത്ഥിച്ച് മുന്നേറണമെന്ന് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ സ്റ്റെപ്പ് എടുക്കും, കുറച്ച് കഴിയുമ്പോൾ പുറകോട്ട് കുഴഞ്ഞു മാറും. ഈ പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് മുന്നേറാൻ കഴിയാതിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവപാദപീഠത്തിൽ വീണ്ടും നിന്ന് കരഞ്ഞിട്ട് പുറകോട്ട് നോക്കി ചില അധികാരം പറയുന്ന വ്യാപാര ശക്തികൾ, ചില അധികാരം പറയുന്ന ബന്ധനങ്ങൾ പോലെയുള്ള ചില അധികാരം പറയുന്ന ജലത്തിന്റെ ശക്തികൾ നിന്റെ കഴിഞ്ഞ നാളുകളിൽ വന്നിട്ടുള്ളത്. അവൻ വിട്ടുമാറാതെ അധികാരം പറയുമ്പോൾ ചിന്തകളെയും ബുദ്ധിമണ്ഡലങ്ങളെയും ആരോഗ്യത്തെയും ഒക്കെ അവകാശം പറയുന്ന മണ്ഡലത്തെ യേശു ക്രിസ്തുവിന്റെ അധികാരം